മയക്കുമരുന്ന് ഉപയോഗം കൊണ്ട് ഒരു രാജ്യം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കി. ആഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോണാണ് ഈ ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നത്. കുഷ് എന്ന ഒരു സോംബി മയക്കുമരുന്നാണ് അവിടുത്തെ യുവാക്കളുടെ ജീവിതം മുഴുവൻ തകർത്തിരിക്കുന്നു. ലഹരി കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യം കേട്ടാലാണ് നമ്മൾ ഞെട്ടുക. മനുഷ്യൻ്റെ അസ്ഥി പൊടിച്ചു ചേർക്കണം, അതിനായി കുഴിമാടങ്ങൾ മാന്തി എടുക്കുകയാണ് അവിടുത്തെ യുവാക്കൾ. അവസാനം ഗതികെട്ട ആ രാജ്യത്തിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മളോട് സ്നേഹമോൾ നയനാൻ പറയും. സ്നേഹ, നമ്മുടെ നാട്ടിൽ മയക്കുമരുന്നിൻ്റെയൊക്കെ ഉപയോഗം എത്രത്തോളമാണെന്ന് നമുക്കറിയാം. പല കോളേജുകളിൽ പോലും ഇത് വളരെ സുലഭമായി വരുന്ന അവസ്ഥയുണ്ട്. പക്ഷേ ഇത് ഒരു രാജ്യം അടിയന്തരാവസ്ഥയിലേക്ക് പോകുമോ എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര ശതമാനം യുവാക്കൾ ഈ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാകും? അതിന് എന്ത് പ്രതിരോധ നടപടികളാണ് ആ രാജ്യത്ത് എടുക്കുന്നത്? നമുക്ക് ഇതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ മുഴുവൻ കൊടുക്കാൻ പറ്റില്ല, കണ്ടാൽ പേടിച്ചു പോകും. അതുകൊണ്ടാണ് പറ്റാവുന്ന, കാണാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ദൃശ്യങ്ങൾ കാണിക്കുകയും ചെയ്യുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? തീർച്ചയായും ദിബീഷ്, നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കുന്നതാണ് ലഹരി ഉപയോഗം. അത് ചെറുതായാലും വലുതായാലും അത് എത്രത്തോളം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അത് ദുർബലമാക്കും എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണെങ്കിൽ പോലും ലഹരി കിട്ടാൻ വേണ്ടി നടത്തുന്ന മോഷണവും കൊലപാതകങ്ങളും ഒക്കെ ദിനംപ്രതി നമ്മളെ പേടിപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിലാണ് നമ്മൾ ആഫ്രിക്കയിലെ സിയറ ലിയോണ എന്ന് പറയുന്ന രാജ്യത്ത് ഞെട്ടിപ്പിക്കുന്ന അങ്ങേയറ്റം ആശങ്ക ഉളവാക്കുന്ന ഒരു സംഭവത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് ലഹരി കിട്ടാൻ വേണ്ടിയിട്ട് യുവാക്കൾ കുഴിമാടങ്ങൾ തോണ്ടുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ എന്തിനാണ് ഈ യുവാക്കൾ ഈ കുഴിമാടങ്ങൾ തോണ്ടുന്നതെന്ന് വെച്ചാൽ അവിടെ വ്യാപകമായി കുഷ് എന്ന് പറയുന്ന ഒരു സോംബി ലഹരിയുടെ ഉപയോഗം വ്യാപകമായിട്ട് യുവാക്കൾക്കിടയിൽ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ അസ്ഥി പൊടിച്ച് ചില പദാർത്ഥങ്ങളൊക്കെ ചേർത്തിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ യുവാക്കൾ കുഴിമാടങ്ങൾ തോണ്ടുന്ന ഒരു കാഴ്ച അവിടെ കണ്ടുവരുന്നത്. അപ്പം ഇതിനു വേണ്ടിയിട്ട് അവിടുത്തെ ഭരണകൂടം പോലീസിനെ ഓരോ സെമിത്തേരിയിലും കാവൽ നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കുഷ് എന്ന് പറയുന്ന ഈ മയക്കുമരുന്ന് 6 വർഷം മുമ്പാണ് ഇത് വ്യാപകമായി തുടങ്ങുന്നത്. പിന്നെ അതൊരു യുവാക്കൾക്കിടയിൽ ഒരു ട്രെൻഡ് സെറ്ററായി മാറി. പിന്നെ അതിൻ്റെ അഡിക്ഷൻ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സിയറ ലിയോണയിലെ നഗരങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ച എന്തെന്ന് വെച്ചാൽ ശരീരങ്ങൾ, അതായത് കൈകളും കാലുകളും ഒക്കെ വീർത്തിട്ട് തെരുവിൽ കഴിയുന്ന മൃഗീയമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മൃഗീയ സ്വഭാവം കാണിക്കുന്ന യുവാക്കളുടെ എണ്ണം അവിടുത്തെ ഒരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാകാം അതിൻ്റെ ഭീകരത എത്രത്തോളമാണ് എന്നുള്ളത്. അതായത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കുഴിമാടങ്ങൾക്ക് കാവൽ നിൽക്കേണ്ട അവസ്ഥയാണ് ആ രാജ്യത്തെ ഓരോ ജനങ്ങൾക്കിടയിലുമുള്ളത്. അപ്പം ഔദ്യോഗിക കണക്കുകളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഏകദേശം 4000-ലധികം യുവാക്കൾ ഇതിന് മയക്കുമരുന്നിന് അടിമപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് ഇടയിൽ വെച്ച് ഒരു 100-ലധികം യുവാക്കൾ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം കാരണം മരണപ്പെട്ടു. മാനസിക രോഗത്തിന് ചികിത്സ തേടിയവർ വളരെ വലുതാണ് എന്നൊക്കെയുള്ള ഞെട്ടിപ്പിക്കുന്ന കണക്കുകളും വിവരങ്ങളും ഒക്കെയാണ് നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു തടയാനുള്ള നടപടികൾ കൂടി എടുക്കട്ടെ, സാധാരണ നിലയിലേക്ക് ആ രാജ്യത്തിന് മടങ്ങി വരാൻ കഴിയട്ടെ. ഇതൊക്കെ കേട്ട് ഇതൊന്നും പരീക്ഷണങ്ങളായി ദയവ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കാനാണ് പ്രേക്ഷകരുമായി ഈ വാർത്ത പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. അതിനെ ആ രീതിയിൽ തന്നെ കണക്കാക്കുകയും ചെയ്യുക. ശരി സ്നേഹ.